കാരണം നമ്മളിന്ന് ഒന്ന് രണ്ട് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആ, ചില പ്രോബ്ലംസ് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ചില പ്രോബ്ലംസ് ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് the value of money multiplier. The value of money multiplier. If CRR is 0.5. സോ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടെത്തുന്നത്? സോ വെരി സിമ്പിൾ ആണ്. ക്യാഷ് റിസർവ് റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ, CRR കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ മണി മൾട്ടിപ്ലയർ കാണുക? നമുക്കറിയാം, മണി മൾട്ടിപ്ലയർ കാണാനുള്ള ഫോർമുലയാണ്. ഈ ഫോർമുല പഠിച്ചു വെക്കുക എന്നുള്ളതാണ് പ്രധാനം. മണി മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു 1/CRR. 1/CRR. CRR ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് നമ്മുടെ CRR എന്ന് പറയുന്നത്? എത്രയാണ്? 0.5 ആണ്, റൈറ്റ്? സോ ഈ CRRനെ നമ്മുടെ ഫോർമുലയിലേക്ക് അങ്ങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ മണി മൾട്ടിപ്ലയർ വാല്യൂ കിട്ടും. സോ മണി മൾട്ടിപ്ലയർ ഇസ് ഈക്വൽ ടു 1/0.5. 0.5 എത്രയായിരിക്കും നമ്മുടെ വാല്യൂ വരിക? 1/0.5 എന്ന് പറയുമ്പോൾ നമ്മുടെ വാല്യൂ എത്ര വരും അറിയാം? 1/0.5 എന്ന് പറയുമ്പോൾ നമ്മുടെ മണി മൾട്ടിപ്ലയർ വാല്യൂ എത്രയാണ് വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 2i. സോ ഇങ്ങനെയാണ് മണി മൾട്ടിപ്ലയർ നമ്മൾ ഒരു പ്രോബ്ലം ആയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ മൂവിങ് ഓൺ, നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണ്. അടുത്ത അതിന് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഹൈ പവേർഡ് മണി നമുക്ക് തന്നിട്ടുണ്ട്. മേ ബി ഹൈ പവേർഡ് മണി ഒരു 4,000 ആണെന്ന് വിചാരിക്കുക. ആൻഡ് നമ്മുടെ മണി സപ്ലൈ എന്ന് പറയുന്നത് ഒരു മണി സപ്ലൈ, ഹൈ പവേർഡ് മണി 4,000 തന്നു. നമ്മുടെ മണി സപ്ലൈ ഒരു 8,000 ആണെന്ന് വിചാരിക്കാം. ഹൈ പവേർഡ് മണി നോട്ട് ഇൻ 1,000, മേ ബി ഇൻ ക്രോർ. നമുക്ക് ക്രോറിൽ നമുക്ക് പറയാം. മണി സപ്ലൈ 8,000 ക്രോറും ഹൈ പവേർഡ് മണി 4,000 ക്രോറാണ്. എന്താണ് ഈ ഹൈ പവേർഡ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? RBI ഇഷ്യൂ ചെയ്തിട്ടുള്ള നമ്മുടെ പബ്ലിക്കിലും ബാങ്ക്സിലൊക്കെ ഉള്ള മൊത്ത കറൻസി അല്ലേ, അത് 4,000 ക്രോറുമാണ്. മണി സപ്ലൈ എന്ന് പറയുന്നത് 8,000 ക്രോറും ആണെങ്കിൽ മണി മൾട്ടിപ്ലയർ എങ്ങനെയായിരിക്കും? മണി മൾട്ടിപ്ലയർ എങ്ങനെയായിരിക്കും? ഇങ്ങനെയാണ് ചോദ്യം വരിക എന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് വളരെ സിമ്പിൾ ആണ്. നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ആവുന്നത് വേണ്ട. നേരെ നമ്മുടെ മണി മൾട്ടിപ്ലയറിന്റെ ഫോർമുല അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതിയാവും. എന്താണ് മണി മൾട്ടിപ്ലയറിന്റെ ഫോർമുല? നമ്മുടെ മണി സപ്ലൈ ബൈ ഹൈ പവേർഡ് മണി. ഓൾറെഡി നമ്മുടെ മണി സപ്ലൈ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, 8,000 ക്രോസ് ആണ് അല്ലേ. സോ മണി മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു 8,000 crore by 4,000. ഹൈ പവേർഡ് മണി. നമ്മൾ ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ മണി മൾട്ടിപ്ലയർ എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മണി മൾട്ടിപ്ലയർ കാണാൻ പറ്റും. അപ്പോൾ രണ്ട് രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പരിചയപ്പെട്ടിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് പോകുമ്പോൾ വരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. സോ നമ്മൾ മൂവിങ് ഓൺ ദി
നെക്സ്റ്റ് പ്രോബ്ലം. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പോവുകയാണ്. അതെങ്ങനെയാണ് നോക്കൂ,